രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നു ഫേസ്ബുക്കിൽ. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. പറയൂ അലക്സ് റാം, എപ്പോഴാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്? എസ്കെന്താ 2 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട്. കെ സുരേന്ദ്രനായിരുന്നു അവിടെ രാഹുൽ ഗാന്ധിക്ക് എതിർ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് കെ സുരേന്ദ്രനാണ്. നമുക്കറിയാവുന്നതുപോലെ LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ മത്സരിച്ചിരുന്നു. പതിവിലൊന്നും ഇല്ലാത്ത വിധം വലിയ മത്സരം കെ സുരേന്ദ്രൻ അവിടെ കാഴ്ചവെച്ചു എന്നാണ് NDA ക്യാമ്പും BJPയും കണക്കുകൂട്ടിയിരുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തിനടുത്തേക്ക് വോട്ട് ശതമാനം ഉയർത്താൻ കെ സുരേന്ദ്രനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന്റെ വിമർശനം പ്രസക്തവുമാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ നേരത്തെ, അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പൊതുവെ ഒരു പൊതുപ്രസംഗത്തിൽ വിമർശിക്കുന്ന ഒരു രംഗം അത് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പരിഹസിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നമ്മൾ കെ സുരേന്ദ്രനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ചില തിരക്കുകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം, അതായത് BJPയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി അടുത്ത BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചും രാഷ്ട്രീയ കൗതുകം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യ പ്രതികരണം BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. SK മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടി നമുക്കൊപ്പം ചേരുന്നു. ബിനോയ് വിശ്വം, ഇങ്ങനൊരു തീരുമാനം വന്നു. ആനി രാജ ആയിരുന്നു അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും, രാഹുൽ ഗാന്ധി ഒഴിയും എന്ന വാർത്ത ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതായിരുന്നു കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതിയെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരാൻ പാടില്ലായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി വന്നു, മത്സരിച്ചു, ഇപ്പൊ സ്ഥാനം ഒഴിഞ്ഞു. ആ സീറ്റ് വേക്കൻ്റായി, മത്സരമുണ്ടാകും. അതുകൊണ്ട് LDFിന്റെ മേൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി UDF മത്സരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ മത്സരിക്കും, അത് LDF പറഞ്ഞിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്നാണ്. ആ ഒരു ആരോപണത്തെ കുറിച്ച് സംശയം എന്താണ്? ഇതൊരു വഞ്ചനയാണെന്ന് കരുതാമോ? സംശയമുണ്ട്. ഇക്കാര്യം ഇതാണ് മനസ്സിലെ പദ്ധതിയെങ്കിൽ ഈ വേഷം കെട്ടപ്പെടില്ലായിരുന്നു കോൺഗ്രസ്. ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി വ്യക്തിപരമായി പറയില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വർഷം കെട്ടിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് തീർച്ചയായിട്ടും LDF ഉണ്ടാകും എന്നുള്ള ഉറപ്പാണല്ലോ. സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും